രാസവളത്തിന് അടിക്കടി വില കൂടുന്നതും ലഭ്യത കുറയുന്നതും കർഷകർക്ക് ഇരുട്ടടിയാകുന്നു. ഫാക്ടം ഫോസ്, യൂറിയ, പൊട്ടാഷ്, ഡയമോണിയം ഉൾപ്പെടെയുള്ള വളങ്ങൾ കിട്ടാനില്ലെന്ന് പരാതി. നെല്ലിന്റെ വില കിട്ടാതെ വലയുമ്പോഴാണ് കുട്ടനാട്ടിലെ കർഷകർക്ക് മേലുള്ള അടുത്ത പ്രഹരം. കർഷകർ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സമ്മിശ്ര വളമായ ഫാക്ടം ഫോസിന്റെ ക്ഷാമമാണ് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. ഫാക്ടം ഫോസ് ഒരു ചാക്കിന് 1400 രൂപയാണ്. 1500 രൂപയായിരുന്ന പൊട്ടാഷിന് 300 രൂപ വർദ്ധിച്ച് 1800 രൂപയായി. മിശ്രിത വളത്തിനാകട്ടെ 1310 രൂപയായി. മറ്റു വളങ്ങൾക്ക് 1090 രൂപയുടെ വർധനമാണ് ഉണ്ടായത്. യൂറിയ കിലോയ്ക്ക് 266 രൂപയായി ഉയർന്നു. രാസവള സബ്സിഡിയും ബഡ്ജറ്റ് വിഹിതവും കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചതാണ് വിലവർധനയ്ക്ക് കാരണം. ഇതോടെ പ്രതിസന്ധിയിലായത് കുട്ടനാട്ടിലെ നെൽകർഷകരാണ്. ഊണിന്മേൽ കുരു എന്ന് പറയുന്ന കണക്കാണ് ഈ രാസവളങ്ങളുടെ വില കൂട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് കേരളത്തിൽ നെല്ലിൻ്റെ വില ഒരു പൈസ പോലും സംസ്ഥാന സർക്കാർ കൂട്ടിത്തരാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ രാസവളത്തിൻ്റെ വില, അതായത് ഇപ്പോൾ പൊട്ടാഷ് പോലെയുള്ള രാസവളങ്ങൾക്ക് ഒറ്റയടിക്ക് 300 രൂപയാണ് കൂട്ടിയിരിക്കുന്നത് ഒരു ചാക്കിൽ. കർഷകരുടെ ഭാവി തന്നെ അവതാളത്തിലായിരിക്കുകയാണ്. 2024 നെല്ലുൽപാദന ചെലവ് ഏക്കറിന് 28,000 രൂപയായിരുന്നുവെങ്കിൽ രാസവള വില വർധനവയോടെ ഇത് 40,000 രൂപയിലധികമായി ഉയരും. കാലവർഷക്കെടുതി ഉൾപ്പെടെ തരണം ചെയ്ത് കടം വാങ്ങിയാണ് പലരും ഇത്തവണയും കൃഷി ഇറക്കിയത്. സപ്ലൈകോയ്ക്ക് കൈമാറിയ നെല്ലിന്റെ പണം എന്ന് കിട്ടുമെന്ന കാര്യത്തിലും ഒരു നിശ്ചയവുമില്ല. കൃഷി വകുപ്പിൽ നിന്നോ സപ്ലൈകോയിൽ നിന്നോ പണം ലഭ്യമാക്കുന്ന കാര്യത്തിൽ അധികൃതർക്കും പറയാൻ വ്യക്തമായ ഉത്തരമില്ല. ഇതിനെല്ലാം പുറമെയാണ് രാസവളങ്ങളുടെ വിലയിലുണ്ടായ വർധനവും കർഷകർക്ക് മേൽ ദുരിതം വിതയ്ക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.